തയ്യാറായിരിക്കൂ. എന്തും എന്തും സംഭവിക്കാം. എല്ലാവരും ശ്വാസമടക്കി കാത്തിരുന്നു. സുബ്രു മാത്രം മാനം നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അയ്യടാ അപ്പൂപ്പൻ താടി. എന്നാൽ കുന്നിൻ്റെ മുകളിലെത്തിയതും അപ്പൂപ്പൻ താടികളൊന്നു നിന്നു. പൊടുന്നനെ കാതടപ്പിക്കുന്ന ശീൽക്കാരത്തോടെ അപ്പൂപ്പൻ താടികൾ പുറകോട്ട് പാഞ്ഞു. ആകാശം ശൂന്യമായി. അല്പനേരത്തെ നിശബ്ദത. ഒടുവിൽ ജമ്പൻ വിളിച്ചു പറഞ്ഞു, നമ്മൾ ജയിച്ചു. അവർ പേടിച്ചു പിന്തിരിഞ്ഞു. എല്ലാവരും സുബ്രുവിന് ചുറ്റും ഓടിക്കൂടി. മിടുക്കൻ, ഇവനാണ് നമ്മളെ രക്ഷിച്ചത്. നാട്ടിലെത്തിയാൽ സുബ്രുവിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം ഇത് തന്നെ കൊടുക്കാം. അയ്യോ എൻ്റെ പാവ. ശിക്കാരിക്ക് വേറെ പാവ വാങ്ങിത്തരാം കേട്ടോ. ഓ. എന്നാൽ മണ്ടൻ സുബ്രുവിന് ആ പാവ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്നും വേണ്ട. ഇതിലും നല്ല പാവ ടുണ്ടുമോൻ്റെ വീട്ടിലുണ്ട്. മായാവി. മായാവിക്ക് വടി കിട്ടിയോ? അയ്യോ ഭൂതം. ശിക്കാരി, എൻ്റെ വടിയെടുത്താണല്ലേ സിംഹപ്പാവ ഉണ്ടാക്കിയത്. വാടാനുട്ടാപ്പി, സ്ഥലം വിട്ടേക്കാം. വടിയിലെ മുള്ളുകൾ കണ്ണും മൂക്കും ചുണ്ടുമാക്കി. മറ്റു മുള്ളുകളിൽ പുല്ലൊട്ടിച്ച് സടയാക്കി. ഉഗ്രൻ. ഞാൻ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടാ. മായാവി അറിഞ്ഞില്ലേ? അപ്പൂപ്പൻ താടികളെ തുരത്താൻ നമുക്ക് കഴിഞ്ഞു. നന്നായി. പക്ഷെ സുബ്രുവിനെ കണ്ടല്ല അപ്പൂപ്പൻ താടികൾ പേടിച്ചത്. ഒരു സിംഹത്തല കണ്ടാണ്. അതൊരു പടുക്കൂറ്റൻ അപ്പൂപ്പൻ താടിയാണെന്ന് കരുതി അവർ പേടിച്ചു പാഞ്ഞു. ഏത് സിംഹത്തല? ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് പറക്കാൻ തയ്യാറായിക്കോളൂ. മായാവി ഒന്ന് മന്ത്രവടി വീശി. ഉടനെ അമ്മേ ഞാൻ പൊങ്ങുന്നേ. കാറാതെ ബോസ് പൊങ്ങുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ പറന്ന് കുന്നിനേക്കാൾ ഉയരത്തിലെത്തി. ഇനി കുന്നിൻ്റെ അപ്പുറത്തേക്ക് നോക്കൂ. ഹോ, വണ്ടർഫുൾ. അവർ ആകാശത്തു നിന്നു കണ്ട കാഴ്ച തുരുമ്പൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണാൻ പോകുന്നുണ്ടായിരുന്നു. കുട്ടിക്കുറുക്കന്മാർ കാണിച്ച സ്ഥലമെത്തി. ചാടിയേക്കാം.